പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി PV അൻവറിന് വോട്ട് ചോദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്ന വേദിയായിരുന്നു. വൈകിട്ട് 6 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വരാൻ വൈകിയപ്പോൾ അണികളെ പിടിച്ചിരുത്തുന്നതിന് വേണ്ടിയാണ് മലപ്പുറത്തുകാരൻ കൂടിയായ LDF കൺവീനർ A വിജയരാഘവൻ മൈക്കിന് മുമ്പിലെത്തിയത്. എന്തിനാണ് സ്ഥാനാർത്ഥിയാകുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പാണക്കാട്ടേക്ക് ഓടിയെത്തുന്നതെന്ന് ചോദിച്ചാണ് ലൈംഗിക ചുവയുള്ള പരാമർശത്തിലേക്ക് കടന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥി എവിടെയാ? നമ്മുടെ ആലത്തൂരിലെ സ്ഥാനാർത്ഥി പെൺകുട്ടി. അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? പാണക്കാട്ടെ തങ്ങളെ കണ്ടു. പിന്നെ പോയിട്ട് ആരെ കണ്ടു? കുഞ്ഞാലി കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താന്ന് എനിക്ക് പറയാൻ വയ്യ. പോയിട്ടുണ്ട്. വേണ്ടായതാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയതോടെ മുസ്ലിം ലീഗും അതിന്റെ പതാകയായ പച്ചക്കൊടിയും ചൂണ്ടിക്കാട്ടിയാണല്ലോ BJP രാജ്യം മുഴുവൻ ഇപ്പോൾ പ്രചരണം നടത്തുന്നത്. ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് പിന്നീട് A വിജയരാഘവൻ പറഞ്ഞത്. ആരെ കൂട്ടിയിട്ടാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോണേ? ഒന്നാമത്തെ ശക്തി ആരാ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് ഏറ്റവും വലിയ അത്ഭുതം. നടുക്കുകൂടി പോണ രംഗം എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. മനസ്സിലായങ്ങള്? രാഹുൽ ഗാന്ധി ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം ധരിച്ച ആ വെളുത്ത കതർ കുപ്പായത്തിന് വെള്ളക്കാരന്റെ പീരങ്കിയുടെയും തോക്കിന്റെയും മുന്നിലേക്ക്, വെടിയുണ്ടയുടെ മുന്നിലേക്ക് നടന്നുപോയി രക്തസാക്ഷികളായ ആയിരക്കണക്കിന് ഇന്ത്യൻ പോരാളികളുടെ ജീവരക്തത്തിന്റെ ഭൂമിക കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഉത്കൃഷ്ട ബോധമുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയുടെ താഴേക്ക് വരാൻ ഈ രാഹുൽ ഗാന്ധി ഒരിക്കലും തയ്യാറാകുമായിരുന്നില്ല എന്ന കാര്യം മറന്നുപോകണ്ട. സോളാർ കേസിലെ പ്രതിയുമായി ബന്ധപ്പെടുത്തി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെയും ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. AK ആന്റണിയെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞത് ആന്റണിയെ ഡൽഹിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ്. KC വേണുഗോപാല ഞാൻ പേപ്പറിൽ വായിച്ചു. രാഹുൽ ഗാന്ധിക്ക് ഉപദേശം നൽകുന്ന ആൾ KC വേണുഗോപാൽ. KC വേണുഗോപാലിന് ഉപദേശം നൽകിയ ഒരാളുണ്ട് കേരളത്തിൽ. ആ പേര് ഞാനിപ്പോ പറയുന്നില്ല, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നോർത്തോളൂ. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ ഉപദേശ ഈ രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധിന്റെ ഗതി അതോ ഗതിയാന്ന് ഉറപ്പാവൂലേ അത് വന്നാല്? പിന്നെ ഒരു ഉപദേശിയുണ്ട്. അതാരാ? അത് ആന്റണിയാ. ഭയങ്കര ഉപദേശം. ആന്റണിന്റെ ഉപദേശം കേട്ടിട്ട് ഇന്ന് വരെ ഒരാൾ ഉണ്ടായിട്ടില്ല. ഒരു സംശയമില്ല. ഇവിടുന്നാണ് പറഞ്ഞയച്ചത് ഉമ്മൻചാണ്ടി. പിന്നെ അങ്ങോട്ട് തെക്കോട്ട് പോന്നിട്ടില്ല. അവിടെ പൂട്ടിയിട്ടിരിക്കുക. ഒരു തലേനൊരു മുണ്ടൊക്കെ ഇട്ട് ആ ഡൽഹിയിൽ കൂടിയിരിക്കുക. വല്ലപ്പോഴും ഒന്ന് തല പൊന്തിച്ച് അന്ന് ഓർത്തോളും എന്തെങ്കിലും ഒരു അപകടം അപ്പ ചെയ്യും. ഇപ്പൊ 6 മാസമായിട്ട് മിണ്ടാണ്ടിരുന്ന AK ആന്റണി ഇന്നലെ മിണ്ടി. അതോടുകൂടി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി.